ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവനാണെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് സത്യയെ പപ്പീന്നിങ്ങനെ നാക്ക് കുഴഞ്ഞ് പറയുക. പ്രകാശ് പറയുക, നമ്മളിപ്പോൾ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ശിവേട്ടനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോ. സത്യയെ പപ്പിയെന്നുള്ള പേരാണ് പറയുന്നത്. അപ്പോഴാണ് ശിവൻ്റെ വായിൽ നിന്നും ശാലിനി എന്നിങ്ങനെ അവ്യക്തമായിട്ട് വീഴുവാണ് ശബ്ദം. ശാലിനിയുടെ ചെവിക്കുള്ളിലോട്ട് ആ ശബ്ദം മുഴങ്ങി കേൾക്കുവാണ്. പെട്ടെന്ന് ശാലിനി ഇങ്ങനെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുവാണ് ശിവനെ. ശാലിനി ശാലിനീന്ന് ശിവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ശാലിനി ഞെട്ടലോടെ നോക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നു. ശാലിനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പ്രകാശിനോട് പറയാം, ഇനിയിപ്പോൾ ശിവന് വല്ലായ്മ ഒന്നും ഇല്ലല്ലോ. ഇല്ലെന്ന് പ്രകാശ് പറഞ്ഞപ്പോൾ ശാലിനി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കാറിൻ്റെ അടുത്ത് പോയി ശാലിനി നിന്നെങ്കിലും ശാലിനിക്കാണെങ്കിൽ പോകാനും കഴിയുന്നില്ല. ശാലിനി ആകെ ആശയക്കുഴപ്പത്തിലായി. ശിവനാണെങ്കിൽ ശാലിനി ശാലിനി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. റാണിയും ചന്ദ്രയും പ്രകാശും ഒക്കെ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. രാവിലെ താണ്ട സത്യമ്മ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യമോള് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നില്ല. അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പപ്പിയെ വിളിച്ചുണർത്തുക. പപ്പി, എന്താ സത്യേ, അമ്മയെ കാണുന്നില്ല പപ്പി. അമ്മ താഴോട്ടെങ്ങണം പോയി കാണും സത്യേ. നമ്മളെ വിളിക്കാതെ അമ്മ പോവില്ല. പപ്പി ഒന്ന് എഴുന്നേറ്റ്, നമുക്ക് പോയി നോക്കാം. അമ്മയെ അമ്മയെന്ന് വിളിച്ചോണ്ട് രണ്ടുപേരും താഴോട്ട് വരിക. പൊന്നിയെ കണ്ടോട്ട് ചോദിക്കുന്നു, പൊന്നിയാൻറ്റി, ഞങ്ങളുടെ അമ്മ എവിടെ? അമ്മ മുകളിൽ കാണുമല്ലോ മോളെ, താഴോട്ട് വന്നില്ലല്ലോ. അല്ല, മുകളിലില്ല. പിന്നെ ഇതെവിടെ പോകാനാ? സത്യാമ്മയോട് പറഞ്ഞിട്ട് എവിടെങ്കിലും പോയി കാണുമോ? നിങ്ങൾ ഉമ്മറത്ത് പോയി നോക്ക് മക്കളെ. സത്യാമ്മ, ഞങ്ങളുടെ അമ്മയെ കണ്ടോ? ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് കിടന്നുറങ്ങിയതാ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. നിങ്ങൾ പൊന്നിയാൻറ്റിയോട് ചോദിച്ചോ? പൊന്നിയാൻറ്റിയും കണ്ടില്ലെന്നാ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ മുകളിൽ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. എന്നാ വാ പപ്പി, നമുക്കൊന്നുകൂടെ നോക്കാം എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ മുകളിലോട്ട് ഓടിപ്പോവുകയാണ്. പൊന്നി വന്ന് സത്യാമ്മയോട് പറയാം, ശാലിനി കുഞ്ഞിവിടെ എങ്ങും കാണുന്നില്ല. രാത്രി തന്നെ എവിടെയോ പോയി കാണും. അത് നമ്മളോട് പറയാതാണോ പൊന്നി പോകുന്നത്? നീ എന്തായാലും പൊന്നി ഒന്നുകൂടെ റൂമിലെല്ലാം പോയെന്ന് നോക്കിക്കേ. സത്യാമ്മ പെട്ടെന്ന് ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കാനൊരുങ്ങുമ്പോൾ ശാലിനിയുടെ വണ്ടിയുടെ ഹോൺ കേൾക്കുന്നുണ്ട്. ശാലിനി താണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി പറയാതെ എവിടെയോ പോയതിൻ്റെ ഒരു ദേഷ്യത്തോടെ തന്നെ സത്യാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാലിനി ഒന്നും മിണ്ടാതെ അകത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ, ശാലിനി ഇങ്ങ് വന്നേ എന്നിങ്ങനെ സത്യാമ്മ അധികാരത്തിൽ വിളിക്കുവാണ്. നീ ഇന്നലെ രാത്രിയിൽ എവിടെ പോയതായിരുന്നു? ഒരത്യാവശ്യം ഉണ്ടായിരുന്നു സത്യാമ്മേ. പാതിരാത്രിയിൽ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഇപ്പോൾ പതിവാക്കിയിട്ടുണ്ട് ശാലിനി. നീ ശാലിനി പോയ സ്ഥലത്തിന് പേരൊന്നുമില്ലേ? സത്യാമ്മേ, ഇന്നലെ രാത്രി ശിവന് സുഖമില്ലാതായി. അതിന് നീയാണോ പോകേണ്ടത്? സത്യാമ്മയുടെ ചോദ്യം കേട്ട് ശാലിനി ഒന്ന് ഞെട്ടുന്നുണ്ട്. അല്ല, അവിടെ ശിവനെ നോക്കാൻ ആരുമില്ലേ? അയൽപ്പക്കത്ത് പോലും ആരുമില്ലാത്തടത്താണോ ശിവൻ പോയി താമസിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിൻ്റെ കാര്യം അതിനൊക്കെ പോകേണ്ടത്? സത്യാമ്മേ, ഒരാൾ മരിക്കാൻ പോകുമ്പോൾ ചെന്ന് രക്ഷിക്കുന്ന ഒരു കുറ്റമാണോ? ശിവൻ അന്യനൊന്നും അല്ലല്ലോ, ഇവിടുത്തെ ഡ്രൈവറല്ലേ. സത്യാമ്മ അധികാരത്തിൽ തന്നെ പറയാം, ശിവൻ ഇവിടുത്തെ ഡ്രൈവർ മാത്രമാ. ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശാലിനിക്കും അല്പം ദേഷ്യവും സങ്കടത്തോടെ ശാലിനി പോകാനിടുമ്പോൾ നിൽക്ക് എന്ന് വീണ്ടും സത്യാമ്മ പറഞ്ഞവിടെ നിർത്തുക. രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം ഉണ്ടാവും. ആളുകൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴായിരിക്കും. ശാലിനി ചോദിക്കുക, സത്യാമ്മേ, ഞാനൊരു വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സത്യാമ്മ സംസാരിക്കുന്നത്. ശിവനെന്നല്ല, ആരായാലും ഇന്നലത്തെ ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. സത്യാമ്മേ, നമ്മളെല്ലാവരും മനുഷ്യരാ, ഓരോ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിലും ഉണ്ടല്ലോ നന്മയും മനുഷ്യത്വം ഒക്കെ. അതെവിടെങ്കിലുമൊക്കെ ഒന്ന് പ്രയോഗിക്കണ്ടേ? സത്യാമ്മ ചാടി എഴുന്നിട്ട് പാതിരാത്രി തന്നിഷ്ടത്തിന് ഇറങ്ങി നടന്നിട്ട് അതിനൊരു ന്യായീകരണമോ? വേണ്ടേ, നീ എൻ്റെ മകൻ്റെ ഭാര്യ, ജീവിച്ചിരിക്കുന്ന എൻ്റെ മകൻ്റെ ഭാര്യ. ആ ഒരു ഓർമ്മ നിനക്കുണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സത്യാമ്മ അകത്തോട്ട് കയറിയോ പോവുക. ശാലിനി അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യാമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്ക്. ശാലിനി അങ്ങ് അന്തം വിട്ട് മരവിച്ചവിടെ അങ്ങനെ നിൽക്കുവാണ്. സത്യം തുറന്നു പറയാനാകാതെ ശാലിനി അവിടെ തകർന്നങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. ഗോപാലകൃഷ്ണൻ രാവിലെ എഴുന്നേറ്റിട്ട് കട തുറക്കാൻ ശ്യാമ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ അവരെ വിളിച്ചുണർത്തി എങ്ങോട്ടെങ്കിലും മാറ്റാം. അല്ലെങ്കിൽ പിന്നെ അതിനും അവൾ ബഹളം വെക്കും. ചിലപ്പോൾ കട തുറപ്പിക്കത്തതുമില്ല. ശാന്ത അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഗോപാലട്ട എന്താ തന്നെത്താനെന്ന വർത്തമാനം പറയുന്നത്? അല്ല, ശാലിനി ഇന്നലെ കൊണ്ടുവന്നാക്കിയവരെ കുറിച്ചാ. കട തുറക്കാൻ പോവല്ലേ, തൽക്കാലം അവരെ ഈ വരാന്തയിൽ കൊണ്ടുവന്നിരുത്താം എന്നും പറഞ്ഞ് ശാന്തയും കൂട്ടിയിട്ട് ഗോപാലട്ടൻ കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് നോക്കുമ്പോൾ, അല്ല, ഇവരിതെവിടെ പോയി? ഇവരെ ഇവിടെ കാണുന്നില്ലല്ലോ. അയ്യോ, ഇനി രാത്രി തന്നെ അവർ പോയോ? അപ്പോൾ രോഹിത്തും പുറകിൽ ശ്യാമയും അങ്ങോട്ട് വരുന്നു. രോഹിത്തെ, അവരെ ഇവിടെ കാണുന്നില്ലല്ലോ. ഈ ശ്യാമയുടെ വായിലെ വഴക്ക് ഭയന്ന് അവർ രാത്രി തന്നെ അങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കാണും. നീ ഈ പാവമൊക്കെ എവിടെ കൊണ്ട് വെക്കൂടി? എന്തൊക്കെ ചീത്തയാടി നീ ആ പാവങ്ങളെ പറഞ്ഞത്? ഒരു നിവർത്തി ഇല്ലാഞ്ഞിട്ടല്ലേ ആ പാവങ്ങൾ ഇങ്ങനെ ഇവിടെ ഒന്ന് നിൽക്കേണ്ടി വന്നത്? ആ സുഖമില്ലാത്ത ആളെയും കൊണ്ട് അവരെങ്ങോട്ട് പോയി കാണുമോ എന്തോ? രോഹിത് ഇങ്ങനെ വളരെ വിഷമത്തോടെ പറയുക. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ശ്യാമ പറയും, അവരെവിടെ പോയാലും എനിക്കെന്താ, എന്തായാലും ഇവിടുന്ന് പോയല്ലോ, എനിക്കത് മതി.
എടി നീ ഒരിക്കലും നന്നാവില്ലടി. ഗോപാലകൃഷ്ണൻ പറയാം, ഇനി അതിൻ്റെ പേര് നിങ്ങൾ രണ്ടുകൂടെ വഴക്ക് പിടിക്കണ്ട. ശാന്തേ, അവർ പുറത്തെവിടെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കേ. രോഹിത്തെ, എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരവസരവും രോഹിത്ത് പാഴാക്കത്തില്ലല്ലോ. ശ്യാമേ, ചില കാര്യങ്ങൾ നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അതിപ്പോൾ അന്യരോട് മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും നീ കാണിക്കുന്നതേ ദൈവം കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിനൊക്കെ എതിർപ്പ് പറയാതെ നിന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നതേ വീട്ടിലൊരു വഴക്ക് വേണ്ടാലോ എന്ന് കരുതിയിട്ടാ. അയ്യോ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ മാറ്റം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ, ഞാൻ പ്രസവിക്കാത്തവളാണല്ലോ. ഗോപാലകൃഷ്ണൻ അവിടെയൊക്കെ നോക്കിയിട്ട്, രോഹിത്തെ, അവർ പുറത്തുമില്ല, അവരെവിടെയോ പോയെന്നാ തോന്നുന്നത്. അച്ഛൻ കേട്ടില്ലേ ഇവള് പറഞ്ഞു കയറി പോകുന്നതൊക്കെ? ഇവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അതങ്ങ് വിട്ടേരെ രോഹിത്തെ. നീ ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. നീ ഒരിക്കലും ജീവിതത്തിൽ നന്നാകത്തില്ല. എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ള നിന്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിനുള്ള മരുന്നേ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനാവശ്യ ചിന്തകൾ കൂട്ടിവെച്ച് നീ അവസാനം ചെന്നെത്തുന്ന അങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിലായിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങളാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമേ. ദാണ്ട രോഹിത്തെ, വല്ലവരും പറയാതെ വല്ലയിടത്തോട്ടും പോയതിനെ എന്നെ ഭ്രാന്തിയാക്കാനൊന്നും നോക്കണ്ട. എടി, നീ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണെന്നേ ഞാൻ പറഞ്ഞോളൂ. എടി, അവർ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവരെൻ്റെ ആരാ. പക്ഷെ നീ പലപ്പോഴും പലരുടെ മുന്നിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യത്വം. അത് നിന്റെ 7 അയലത്തുകൂടി പോയിട്ടില്ല. എടി, നീയായിട്ട് ഇവിടെ ആർക്കും ഒരു സഹായവും ചെയ്യില്ല. ചെയ്യുന്നവരെ കൊണ്ടെങ്കിലും നീ ചെയ്യിക്കാതിരിക്കരുത്. നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹം അത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ ശ്യാമയോട് പറഞ്ഞിട്ട് രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശ്യാമ പിന്നെ എല്ലാ കുറ്റപ്പം എനിക്കായി. ഓരോരുത്തരും ഓരോ വയ്യാവേലികളെ പിടിച്ച് കുടുംബത്തോട്ട് കൊണ്ടുവരും, എന്നിട്ട് കിടക്കപ്പുറത്ത് ഇല്ലാതായതോ എനിക്കും. ശാന്ത വന്ന് ഗോപാലകൃഷ്ണൻ പറയും, ഇവിടെ എങ്ങുമില്ല. അയ്യോ, ഇനി ശാലിനി വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? അവൾ ഉത്തരവാദിത്വത്തോട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതല്ലേ. മഹിയേട്ടാ, ചന്ദ്രയെ കാണാനില്ല. നീ എന്തവാടി ഈ പറയുന്നത്? നീയല്ലേ പറഞ്ഞ അവൾ ഒരിടത്തേക്കും പോവില്ലെന്ന്? ആ മുറി താക്കോലിട്ട് പൂട്ടാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലയോടി. നീ എന്തുവാ അപ്പോഴെന്നോട് പറഞ്ഞത്? അവൾ മുറിയുടെ പുറത്തോട്ട് ഇറങ്ങിയാൽ നീ അറിയുമെന്ന്. എന്നിട്ടിപ്പോൾ അവൾ എവിടെടി? നിന്റെ മോള് നിന്റെ സംരക്ഷണയിൽ നിന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് അഹങ്കരിച്ചായിരുന്നല്ലോ നീ എന്നോട് പറഞ്ഞത്. മഹേന്ദ്രൻ കലി കൊണ്ട് തുള്ളുക. അപ്പം പിന്നെ അവൾ എവിടെ പോയെന്നുള്ള പറയേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെ ഉണ്ട്. മഹേട്ടാ, ഞാൻ വിചാരിച്ചില്ല. മിണ്ടിപ്പോരും നീ എന്നും പറഞ്ഞ് പെട്ടെന്ന് മഹേന്ദ്രൻ ആർക്കോ ഫോൺ ചെയ്യുവാണ്. ശിവൻ ഇപ്പോഴും മയക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. ചന്ദ്ര ഇങ്ങനെ ശിവനെ തൊട്ടു നോക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ്റെ ഫോൺ ചന്ദ്രയ്ക്ക് വരുന്നുണ്ട്. വേണ്ടടി, റിംഗ് ഉണ്ട്, അവൾ എടുക്കത്തില്ല. വല്ലവൻ്റെ കൂടെ പോയവളൊക്കെ എൻ്റെ ഫോൺ കണ്ടാൽ എടുക്കുവോ? മഹേന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. ചന്ദ്ര, നീ ഇതെവിടെ ഉണ്ട്? ഞാൻ ചേട്ടൻ്റെ അടുത്തുണ്ട്. ഇന്നലെ രാത്രി ചേട്ടന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. മരിച്ച അവസ്ഥയിലോട്ട് പോയ ചേട്ടനെ പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് രക്ഷിച്ചത് പ്രകാശ. ആ അവസ്ഥ ഇനിയും വരുമെന്നും സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അച്ഛൻ അറിഞ്ഞാൽ എന്നെ വിടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് രാത്രി തന്നെ ആരും അറിയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ചന്ദ്ര ഇങ്ങനെയൊക്കെ ശിവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിവൻ്റെ അമ്മയ്ക്കും മഹേന്ദ്രനും വല്ലാത്ത വിഷമം വരുന്നുണ്ട്. പെട്ടെന്ന് മഹേന്ദ്രൻ ചോദിക്കും, അവനിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ട്, ഉറക്കവാ. മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ശിവൻ്റെ അമ്മ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട്, മോളെ ഒന്ന് പറ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ലേ? ഇപ്പോഴൊന്നുമില്ലമ്മേ. മഹേന്ദ്രൻ എന്തോ ഭയങ്കര ചിന്തയിലാണ്. കാരണം മഹേന്ദ്രൻ അറിയാമല്ലോ, ശിവന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു, ശിവന് ഹാർട്ട് മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ. മഹിയേട്ടാ, നിങ്ങൾ എന്നോട് പറഞ്ഞത് എൻ്റെ മോൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ക്ലിയർ ആക്കിയെന്നല്ലേ? എൻ്റെ മോൻ്റെ ഹൃദയവാൽവിന് എന്തോ തകരാറുണ്ടായെന്നും അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നും അല്ലേ എന്നോട് മഹിയേട്ടൻ അന്ന് പറഞ്ഞത്? പിന്നെന്താ മഹിയേട്ടാ നമ്മുടെ മോൻ ഇങ്ങനെ വന്നത്? നീ ആ ഫോണിങ് തന്നെ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. സുധാകരനും ഭാര്യയും കുഞ്ഞും ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കുഞ്ഞ് വളരെ സങ്കടത്തോടെ ചോദിക്കും, നമ്മൾ എത്ര നേരം അമ്മ ഇങ്ങനെ ഇരിക്കുന്നു? നമ്മളിനി എങ്ങോട്ട് പോകും? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ അമ്മേ. എനിക്കിനി സ്കൂളിൽ പോകാൻ പറ്റില്ലേ അമ്മേ? പറ്റും മോനെ. അപ്പം നമ്മളിനി എവിടെ താമസിക്കും? അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? പറയമ്മേ, നമ്മളിനി എവിടെ താമസിക്കും? ശാലിനി മക്കളെയും കൊണ്ട് ഇങ്ങനെ കാറിൽ പോവാ. പെട്ടെന്ന് സന്ധ്യ ദീപുവിനെ കാണും. അയ്യോ, ദോണ്ട ദീപു അവിടെ കിടക്കുന്നു. അയ്യോ അങ്കിളെ, വണ്ടി ഒന്ന് നിർത്ത്. അമ്മേ, ദാണ്ട ദീപു. ഏത് ദീപു? ഞങ്ങളോടൊപ്പം പഠിക്കുന്ന ദീപു. നമ്മൾ വീട് വെച്ച് കൊടുക്കാതെ പറഞ്ഞില്ലേ, ആ ദീപു. അതിന് ദീപു എവിടെയാ? ദാണ്ട അവിടെ ഒരു കടയുടെ മുന്നിൽ കിടക്കുന്ന ഞാൻ കണ്ടതമ്മേ. ശാലിനി പറയാം, അവരെങ്ങനെ ഇപ്പോഴവിടെ വരുന്നത്? പപ്പിയും പറഞ്ഞു, അമ്മേ ഞാനും കണ്ടതാ. രാമേട്ട, കാർ ഒന്ന് റിവേഴ്സ് എടുത്തേ. പിള്ളേരെ, നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. അമ്മേ, നമുക്കൊന്ന് നോക്കാമല്ലോ. രാമേട്ടനും പറഞ്ഞു, ശരിയാ, സംശയം തീർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് വരുവാണ്. ദാണ്ട് അമ്മ നോക്ക്, ആ കിടക്കുന്ന ആ ദീപു. ദീപു എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ശാലിനി അവരെ കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കുക. നിങ്ങളെന്താ ഇവിടെ? ഞാൻ നിങ്ങളെ ഇവിടെ അല്ലല്ലോ കൊണ്ടുവന്നാക്കിയത്.
ശാലിനിയുടെ നല്ല മനസ്സിന് അവരുടെ വീട്ടിലുണ്ടായ സംഭവം പറഞ്ഞ് വിഷമിപ്പിക്കരുതല്ലോ എന്ന് കരുതി സുധാകരൻ്റെ ഭാര്യ പറയാം, അത് പിന്നെ ഞങ്ങളുടെ ഒരു അമ്മാവൻ്റെ വീടിവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതി പോന്നതാ. പറയുന്നത് കള്ളവാണെന്ന് മനസ്സിലാക്കിയ ശാലിനി, ഇന്നലെ വരെ ഇങ്ങനൊരു അമ്മാവൻ ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇങ്ങനൊരു അമ്മാവൻ കയറി വന്നത്? സുധാകരൻ പറയാം, മേഡം നല്ല മനസ്സുള്ള ആളാണ്, പാവങ്ങളെ സഹായിക്കണമെന്നുള്ള നല്ല മനസ്സുള്ള ആൾ. പക്ഷേ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ മേഡം. ഞാൻ ഇന്നലെ പോന്നതിന് ശേഷം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ല മേഡം, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോന്നതാണ്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനല്ലല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. സുധാകരൻ പറയാം, ഞങ്ങൾ പാവങ്ങളാണ് മേഡം. മനസ്സിൽ തട്ടുന്ന വാക്കുകൾ കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല. മേഡം ക്ഷമിക്കണം, കാര്യങ്ങൾ നിങ്ങൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഴ്ചയാണ്. ഇപ്പോൾ അതിനെല്ലാം പരിഹാരമായി. നിങ്ങളുടെ വീടിന് കുറ്റിയടിക്കുന്ന ദിവസമാണ്. ശാലിനി പറയുന്നത് കേട്ട് വിശ്വസിക്കാനാകാതെ ഇങ്ങനെ സന്തോഷത്തോടെ അവർ നോക്കി നിൽക്കുവാണ്. മഹേന്ദ്രൻ ഡോക്ടറെ വന്ന് കാണുക. എന്താണ് ഡോക്ടറെ എൻ്റെ മകന് സംഭവിച്ചത്? എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായെന്ന് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വാക്കിലുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ പിന്നീട് വന്ന് ഡോക്ടറെ കാണാഞ്ഞത്. പക്ഷെ അവൻ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ അങ്ങ് തളർന്നുപോയി. എനിക്കിതിനുള്ളൊരു മറുപടി ഡോക്ടറെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. മഹേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ കെയർ എടുക്കണം. അങ്ങനെ സ്വയം കെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വം അത് മറ്റാര് ചെയ്താലും കിട്ടില്ല. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിൻ്റെ അടുത്തോട്ട് കുട്ടിയോട് കൈ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാലും അവൻ അറിയാതെ കൈ കൊണ്ടുപോകും. പക്ഷെ ഒരിക്കലെങ്കിലും അവൻ്റെ കൈ ഒന്ന് പൊള്ളിയാൽ പിന്നീട് അവൻ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയിലെടുത്തോട്ട് കൈകൾ കൊണ്ടുപോവില്ല. ശിവൻ അറിയില്ല തൻ്റെ ഉള്ളിൽ മറ്റൊരാളുടെ ഹൃദയമാണ് ഇരിക്കുന്നതെന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തൻ്റെ ഭാഗത്തുനിന്ന് തൻ്റെ ശരീരത്തോട് മിനിമം ചില കാര്യങ്ങൾ പാലിക്കണമെന്ന്. പക്ഷെ ഇവിടെ ശിവനത് കാണിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇങ്ങനെ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് ശിവൻ അറിയില്ല. ഞാൻ പറയുന്ന ഈ രോഗാവസ്ഥയിൽ ശിവൻ അത് അറിയണം, എങ്കിലേ അയാൾക്ക് അയാളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂ. ഡോക്ടറെ അത് അവനോട് പറഞ്ഞാൽ അവൻ ഏത് രീതിക്കാണ് പ്രതികരിക്കുന്നതെന്നൊന്നും പറയാനാവില്ല. വല്ലവരുടെയും കാരുണ്യത്തിലാണ് അവൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവൻ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇതറിയുന്ന ഒരാൾ ശിവനോടൊപ്പം വേണം. ഡോക്ടർ എന്താ പറയുന്നത്? അമിതമായ ഒരു സമ്മർദ്ദം, പ്രഷർ, ടെൻഷൻ ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്കാവില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുടെ മനോനില തകരും. പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. ഇതിൽ നിന്ന് എൻ്റെ മോനെ എങ്ങനെയാണ് ഡോക്ടറെ ഒന്ന് രക്ഷിച്ചെടുക്കുന്നത്? എനിക്ക് എൻ്റെ മോനെ വേണം ഡോക്ടറെ. ഒന്നുകിൽ രോഗവിവരം അവനെ അറിയിച്ച് ബോധവാനാക്കുക, അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാൾ അവനോടൊപ്പം ഉണ്ടാകുക. ഉണ്ടായാൽ മാത്രം പോരാ, അവനെ കെയർ ചെയ്യാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം. അല്ല, നിങ്ങളുടെ മരുമകൻ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു, അപ്പോൾ അയാളെ ഇതിനായിട്ട് ഉപയോഗിച്ചാലോ? ഡോക്ടറാകുമ്പോൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാവുകയും ചെയ്യും. അതൊന്നും നടക്കില്ല ഡോക്ടറെ. അങ്ങനെ ഒരു മരുമകൻ എനിക്കില്ല. എങ്കിൽ ശിവന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഹൃദയം മാറ്റിവെച്ച കാര്യം പറയണ്ട. അതാണല്ലോ മഹേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. എന്തായാലും നോക്കട്ടെ ഡോക്ടറെ. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം മറ്റൊരാൾക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന്. മഹേന്ദ്രൻ അങ്ങനെ ഡോക്ടറോട് പറയുക. അപ്പോൾ ഫ്രണ്ട്സ്, എത്ര നാൾ മഹേന്ദ്രൻ ഈ കാര്യം മറച്ചു വെക്കാൻ പറ്റും? ഡെയ്സിയെ വിളിച്ച് ഡെയ്സിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമോ? മറ്റാരുടെ ഹൃദയമാണ് ശിവനിലിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഡെയ്സി അവൻ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ മഹേന്ദ്രൻ ഡെയ്സിയോട് പറയുമോ? ഡെയ്സി അങ്ങനെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ശിവൻ്റെ അടുത്തോട്ട് ഓടി വരുമോ? പ്രകാശിൽ നിന്ന് ഈ സത്യങ്ങളൊക്കെ ഒരുപക്ഷെ ശാലിനി അറിയുമോ? ഇനി എന്തൊക്കെയാണ് ശിവൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.